ഹായ് ഗേസ്, ബുക്ക് കീപ്പർ ആപ്ലിക്കേഷനിൽ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്, മൾട്ടിപ്പിൾ വെയർഹൗസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ ട്രേഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ഈ ഡാഷ്ബോർഡ് ഇതിൽ വ്യക്തമായിട്ട് കാണാം. ഡാഷ്ബോർഡിൽ ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് ഇൻവെൻട്രി സെക്ഷനിൽ വെയർഹൗസസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ വെയർഹൗസസ് ഇത് ആക്ടിവേറ്റ് ചില സിസ്റ്റത്തിൽ കാണുന്നുണ്ടാവില്ല. കാണാത്തവർ കമ്പനി സെറ്റിങ്സിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഫീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനേബിൾ മാനുഫാക്ചറിങ്, എനേബിൾ വെയർഹൗസിങ്. എനേബിൾ വെയർഹൗസിങ് ഇവിടെ ടിക്ക് ചെയ്ത ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷൻ ഇവിടെ ലഭ്യമാകും. ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ വെയർഹൗസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഷോപ്പ് 1 അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻസ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് വാനിൽ സെയിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാൻ കൊടുക്കാം, വാൻ 1 അല്ലെങ്കിൽ വാൻ്റെ നമ്പർ കൊടുത്തിട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷോപ്പ്, വാനൊക്കെ ആയിട്ട് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഇതിലുണ്ടാവും. ഈ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഡിഫറെൻറ്റ് ആൾക്കാർക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷൻസ് പുതിയ ഓപ്ഷൻസ് ആണ്. നമുക്ക് സെറ്റിങ്സിൽ യൂസർ മാനേജ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം സെയിൽസ് 1ലുള്ള ആൾക്ക് ഒരു പാസ്വേഡ് ഇട്ട് കൊടുക്കുക. അവർക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം, വ്യൂ ചെയ്യാം, സെയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇൻവെൻറ്ററി അവർ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല, എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല, റിപ്പോർട്ട്സ് ഒന്നും കണ്ട, മോഡിഫിക്കേഷൻ റേറ്റ് മാത്രം കൊടുക്കാം. ഇവിടെ ഒരു വാന് വേണ്ടിയിട്ടുള്ളൊരു യൂസർ ക്രിയേറ്റ് ചെയ്തതാണ്. അവർക്ക് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം, ഒരു സെയില് എൻട്രിയും ചെയ്യാം. ഓക്കെ, അവർ ആ സെയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ കൊടുത്താൽ മതി. അല്ലെങ്കിൽ സെയിൽ അവർക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അഡ്മിനെ ബന്ധപ്പെടാം. ഓക്കെ, ആ രീതിയിലേക്ക് സെറ്റ് ചെയ്യാം. ആഡ് യൂസർ, ഈ ഒരു യൂസർ ഇവിടെ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഇവർക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇവരെ വെയർഹൗസ് ഓട്ടോമാറ്റിക്കലി വാൻ 1 സ്റ്റോക്ക് ഔട്ട് ആവുന്നത്. ഓക്കെ, ഇതിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റോക്ക് എങ്ങനെ എൻ്റർ ആവുന്നു, എങ്ങനെ ഔട്ട് ആവുന്നു എന്നുള്ളത് കാണിക്കാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കമ്പനി സെലക്ട് ചെയ്യാം, എന്താണോ ഐറ്റം. ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നത് ഏത് ലൊക്കേഷനിലേക്കാണോ പർച്ചേസ് ചെയ്യുന്നത് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം വാനിലേക്ക് ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല മെയിൻ ലൊക്കേഷനിൽ ഇട്ടതിന് ശേഷം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ മെയിൻ ലൊക്കേഷനിലേക്ക് ഞാൻ ഈ ഒരു ഐറ്റം ആപ്പിൾ ഫൗണ്ടേഷൻ ഏരിയ, ഈ ഒരു ഐറ്റം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 100 പീസ് പർച്ചേസ് ചെയ്യുന്നു. ഒരു 2500 സാധനം പർച്ചേസ് ചെയ്യുന്നു. ഈ ഒരു ഐറ്റം ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ഐറ്റം ഇനിയിപ്പോൾ വാനിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇവിടെ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻവെൻട്രി ട്രാൻസ്ഫർ എന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഇൻവെൻട്രി ട്രാൻസ്ഫർ എടുത്ത് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഡെസ്റ്റിനേഷൻ വെയർഹൗസ് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു വെയർഹൗസ് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ ഐറ്റം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ആ ഒരു ഐറ്റം ഇതാണ്. ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ ആ ഐറ്റം എത്ര എണ്ണ ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും. അത് 100 പീസ് നമ്മൾ പർച്ചേസ് ചെയ്ത 100 പീസ് ഇവിടെ ഉണ്ട്. അത് മെയിൻ ലൊക്കേഷനിലാണ് ഉള്ളത്. മെയിൻ ലൊക്കേഷനിൽ നിന്ന് വാനിലേക്കാണ് പോകുന്നത്. അത് 50 പീസ് അല്ലെങ്കിൽ ഒരു 25 പീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ വാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നരേഷനോ കാര്യങ്ങളോ കൊടുക്കേണ്ടിയുണ്ടെങ്കിൽ നരേഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ സ്റ്റാഫ് ആയിരിക്കുമല്ലോ, അവരുടെ അടുത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു പ്രൂഫായിട്ട് വേണമെങ്കിൽ ഈ സ്റ്റോക്ക് ജേർണൽ റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്തിട്ട് സൈൻ മേടിച്ചൊക്കെ റിസീവറുടെ അടുത്ത് നിന്ന് സൈൻ ചെയ്ത് വെക്കാം.
ഓക്കെ, ഇത് സോഴ്സ് ഓഫ് ലൊക്കേഷനും പ്രൊഡക്ഷന് എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ള ഒരു സ്റ്റോക്ക് ജേണലൊക്കെ കാണിക്കും. ഇത് നിങ്ങൾക്ക് ഇനി കാണണമെങ്കിൽ നമുക്ക് റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇൻവെൻട്രി സമ്മറി ഉണ്ട്. ഇൻവെൻട്രി സമ്മറിയിൽ ഏത് ലൊക്കേഷനിലാണ്, ഇപ്പം നമുക്ക് വെയർഹൗസ് വൈസിൽ വേണമെങ്കിൽ റിപ്പോർട്ട് എടുക്കാൻ പറ്റും. വെയർഹൗസ് വൈസ് റിപ്പോർട്ട്, സ്റ്റോക്ക് റിപ്പോർട്ട് എടുക്കാം. അതിൽ ഏതാണോ വാനിൽ മാത്രമുള്ള സ്റ്റോക്കാണ് അറിയേണ്ടെങ്കിൽ ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ വാനിലേക്ക് സ്റ്റോക്ക് നമ്മൾ ആകെ ട്രാൻസ്ഫർ ചെയ്തത് ഈ ആപ്പിളിൻ്റെ സോഫ 25 പീസ്, ഇത് മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, ഈ വാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഫുൾ വെയർഹൗസിൻ്റെ കിട്ടണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോക്ക് വരും. അത് നമ്മൾ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ടോ അതെല്ലാം അതിൽ വരും. ഓക്കെ, ഫുൾ സ്റ്റോക്കുകളും അതിൽ കയറി വരും. പിന്നെ വെയർഹൗസിൻ്റെ രീതിയിൽ വെയർഹൗസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ പൂർണ്ണ വിവരണത്തോടു കൂടിയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന. ഓക്കെ, താങ്ക് യു. സെയിൽ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ക്രിയേറ്റ് ചെയ്യാം. സെയിൽസിൽ നമുക്ക് കസ്റ്റമറുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെച്ച് നമ്മൾ ആ ഒരു ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം സെലക്ട് ചെയ്യാം. ഐറ്റം നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം എവിടെയുള്ളതെന്നൊക്കെ അറിയണമെങ്കിൽ Alt F1 അടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ലൊക്കേഷനിൽ എത്ര പീസ് ഉണ്ട് എന്നുള്ളത് കാണും. ഓക്കെ, പിന്നെ ഈ ഒരു ഐറ്റത്തിൻ്റെ ഹിസ്റ്ററി കാണണമെങ്കിൽ Alt F2 അടിച്ചു കഴിഞ്ഞാൽ എപ്പോൾ പർച്ചേസ് ചെയ്തു ആ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. ഓക്കെ, ഈ ഒരു ലൊക്കേഷൻ ഇതിപ്പം വാൻ്റെ അകത്തു നിന്നുള്ള സെയിലാണെങ്കിൽ വാൻ സെലക്ട് ചെയ്ത് ഇവിടുന്ന് ഒരു 10 പീസ് സെയിൽ ചെയ്യാവും. ഒരു റേറ്റ് 5000. ഇത് ഐറ്റം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ഒരു ഐറ്റത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇൻവെന്ററി ഐറ്റം ഡീറ്റെയിൽസ് എടുക്കാം. ഇതിൽ നമുക്ക് പർച്ചേസ് വന്നു. ഓക്കെ, 100 പീസ്, ഇതിന് 25 പീസ് സ്റ്റോക്ക് ജേണലിൽ പോയി. ഇവിടെ ഇതിൻ്റെ വെയർഹൗസ് വൈസിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഷോപ്പ് വാൻ 1ൻ്റെ മാത്രം റിപ്പോർട്ട് എടുക്കാം. അതിൽ വെയർഹൗസ് 1ലേക്ക് 25 പീസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അതിൽ നിന്നും നമ്മൾ സെല് ചെയ്തത് 10 പീസാണ്. അപ്പം ആ ഒരു വാനിൽ മാത്രം നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി ആ കാര്യങ്ങളൊക്കെ ഇതിൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ 25 പീസ് മേടിച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് 25, അതിൽ വാല്യൂ വരുന്നത് 62,000. ഇതിലൂടെ 10 പീസാണ് വിറ്റത്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് 15 പീസ് ഉണ്ട്. സെയിൽ ചെയ്തത് 25, കോസ്റ്റ് അതിൻ്റെ പ്രോഫിറ്റ് വരുന്നത് 25,000, 100% പ്രോഫിറ്റ്. ഈ ഒരു രീതിയിൽ കാണിക്കും. ഇതിൽ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് ടോട്ടൽ സ്റ്റോക്കിൻ്റെതാണ് കാണിക്കുന്നത്. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് വെയർഹൗസിൻ്റെത് കാണിക്കണമെങ്കിൽ വെയർഹൗസിൻ്റെതും കാണിക്കും. മെയിൻ ലൊക്കേഷൻ്റെ എത്ര, പിന്നെ വാൻ്റെത് എത്രയാണ്. ഓക്കെ.